ഓണം എക്സാം 2026. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് 6 ബേസിക് സയൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരുപാട് വീഡിയോ ക്ലാസ് 6 ബേസിക് സയൻസിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ മിഡ് ടേം എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ക്ലാസ് 6 ബേസിക് സയൻസ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ ഇന്ന് നടന്ന ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എക്സാം വളരെ ഈസിയാണെന്ന് അറിയാം. നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേണിൽ അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം മിഡ് ടേം എക്സാം യൂണിറ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ഞാൻ എല്ലാ സബ്ജക്റ്റിനും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിംറ്റംസ് ഫൗണ്ട് ഇൻ സം ചിൽഡ്രൻ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മെഡിക്കൽ ക്യാമ്പ് ആർ ഗിവൺ ബിലോ. അപ്പോൾ കുറച്ച് കുട്ടികൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. അപ്പം 4 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവരുടെ എന്താണ് റിപ്പോർട്ടാണിത്. ആദ്യത്തെ കുട്ടിക്ക് പെയിൽനെസ് ആണുള്ളത്. രണ്ടാമത്തെ ലോ വിഷൻ ഇൻ ഡിം ലൈറ്റ്. മൂന്നാമത്തെ കുട്ടിക്ക് വൂണ്ട് ഇൻ മൗത്ത്. നാലാമത്തെ കുട്ടിക്ക് സ്വെല്ലിംഗ് ഇൻ ദ ത്രോട്ട്. ഓക്കെ, അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ഏതൊരു അസുഖത്തിൻ്റെ, പലവിധ അസുഖത്തിൻ്റെ സിംറ്റംസ് ആണ്. നമുക്ക് നോക്കാം. ഒബ്സർവ് ദ സിംറ്റംസ് ഓഫ് ഡിസീസസ് ചിൽഡ്രൻ മെൻഷൻഡ് അബോ. കംപ്ലീറ്റ് ദ ടേബിൾ ദാറ്റ് ഷോസ് ഡെഫിഷ്യൻസി ഡിസീസസ് ആൻഡ് ഡെഫിഷ്യൻസി ന്യൂട്രിയൻസ് ഇൻ ഈച്ച് ചൈൽഡ്. ഓക്കെ, അപ്പോൾ ഡെഫിഷ്യൻസി ഡിസീസസ്, ആദ്യത്തെ കുട്ടിക്ക് എന്താണ്, പെയിൽനെസ് ആണുള്ളത്. അത് എന്തിൻ്റെ വിളർച്ച. പെയിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ, വിളർച്ചൻ്റെ എന്താണ് ആ കുട്ടിയുടെ അസുഖ ലക്ഷണം എന്താണ്? പെയിൽനെസ് എന്തിൻ്റെ ആണ്? അനീമിയയുടെ ലക്ഷണമാണ്. അതിന് അയേൺ അടങ്ങിയ ഫുഡാണ് കഴിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ കുട്ടിക്ക് ലോ വിഷൻ ഇൻ ഡിം ലൈറ്റ് ആണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്കുറവ്. അത് എന്ത് അസുഖമാണ്? അത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. നിശാന്തത എന്ന് മലയാളത്തിൽ പറയും. നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കുട്ടി എന്തായിരുന്നു പറഞ്ഞത്? വൂണ്ട് ഇൻ മൗത്ത്. വായൽ വൂണ്ട്, മുറിവ് അല്ലെങ്കിൽ പുണ്ണ്. അതെന്താണ്? മൗത്ത് സോട്സിൻ്റെ ലക്ഷണമാണ്. അതിന് വൈറ്റമിൻ ബി അടങ്ങിയ ഫുഡാണ് കഴിക്കേണ്ടത്. ഡെഫിഷ്യൻസി എന്താണ്? വൈറ്റമിൻ ബി. ഇനി നാലാമത്തെ കുട്ടി എന്താ പറഞ്ഞത്? സ്വെല്ലിംഗ് ഇൻ ദ ത്രോട്ട് ആണ് പറഞ്ഞത്. തൊണ്ടയിൽ മുഴയാണ് പറഞ്ഞത്, സ്വെല്ലിംഗ് ഇൻ ദ ത്രോട്ട്. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് അസുഖമാണ്? ഗോയിറ്റർ ആണ്. അപ്പോൾ ആ കുട്ടി അയേഡിൻ്റെ ഡെഫിഷ്യൻസിയാണ് ആ കുട്ടിക്കുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസിയും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസും മസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അനീമിയ എന്തിൻ്റെ അസുഖം മൂലം, എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? അനീമിയ അയേണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം വൈറ്റമിൻ എ ആണ്. മൗത്ത് സോർ വൈറ്റമിൻ ബി ആണ്. ഗോയിറ്റർ അയോഡിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. ഇതിന് നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? നമ്മൾ ക്യാരറ്റ്, അതേപോലെ അമരാന്തസ്, മിൽക്ക് പ്രോഡക്റ്റ്, ലിവർ, പീ ലീഫ്, ടാരോ ലീഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡോക്ടർ പറയാണ് പേഷ്യൻ്റ്, യുവർ ലാബ് റിപ്പോർട്ട് ഇൻഡിക്കേറ്റഡ് യുവർ ഹൈ കൊളസ്ട്രോൾ ലെവൽ. നിങ്ങൾക്ക് ഹൈ കൊളസ്ട്രോൾ ലെവലാണെന്ന് പറയാണ്. അപ്പോൾ വാട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ആർ കോസ്ഡ് വെൻ കൊളസ്ട്രോൾ ലെവൽ ഈസ് ഹൈ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവൽ കൂടുമ്പോൾ എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് വരിക? അപ്പോൾ നമുക്ക് നോക്കാം. കൊളസ്ട്രോൾ ഈസ് ഫോം ഓഫ് എ ഫാറ്റ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റിൻ്റെ ഒരു ഫോമാണ്. ഇഫ് ഇറ്റ് ഈസ് എക്സസ്, അത് കൂടുതലായി പോയിട്ടുണ്ട് ഇൻ ബ്ലഡ്, ഇറ്റ് സ്റ്റിക്സ് ടു ദ ഇന്നർ വാൾ ഓഫ് ആർട്ടറീസ്. അത് വാളിൻ്റെ ഇന്നർ വാൾ ഓഫ് ആർട്ടറീസ്, അതായത് രക്തക്കുഴൽ, ബ്ലഡ് വെസൽസിൻ്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? സ്റ്റിക്കാവും. ഇറ്റ് വിൽ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ ആർട്ടറീസ്. അങ്ങനെ ബ്ലഡിൻ്റെ ഫ്ലോ അവിടെ ഉണ്ടാവില്ല. ദിസ് ക്യാൻ ലെഡ് ടു ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവും, പിന്നെ സ്ട്രോക്ക് വരാം, ഇതൊക്കെ വരാം. കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വരിക. എന്തുകൊണ്ടാണ്? അത് ഇന്നർ വാളിൽ പോയിട്ട്
ഈ കൊളസ്ട്രോള് പറ്റി പിടിച്ചിരിക്കും. അങ്ങനെയാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. വാട്ട് ചേഞ്ചസ് ഷുഡ് ദിസ് പേഴ്സൺ മേക്ക് ഹിസ് ഫുഡ് ഹാബിറ്റ് ടു കീപ് ഹിസ് കൊളസ്ട്രോൾ ലെവൽ അണ്ടർ കൺട്രോൾ? റൈറ്റ് ഡൗൺ യുവർ സജഷൻ. അപ്പോൾ ഈ ആൾക്ക് കൊളസ്ട്രോൾ ലെവല് കൺട്രോൾ ആവണമെങ്കിൽ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്? അപ്പോൾ എന്തൊക്കെയാണ് അയാൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അവോയ്ഡ് ഫാറ്റി ഫുഡൊക്കെ ഒഴിവാക്കണം. ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഇൻ ദ ഡയറ്റ്. അപ്പോൾ ഫാറ്റി ഫുഡ് ഒഴിവാക്കുക, അവോയ്ഡ് ഫാറ്റി ഫുഡ്, പിന്നെ ലീഫി വെജിറ്റബിൾസ്. എന്താണ് വേണ്ടത്? ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഓക്കെ. ഇനി അടുത്തത്, റൈറ്റ് ദ എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഫാറ്റ് കണ്ടന്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ്. അപ്പം ഫാറ്റ് കണ്ടന്റ് ഫുഡ് ഐറ്റംസിൽ ഉണ്ടാവില്ല, അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഓക്കെ. റബ് ദ സബ്സ്റ്റൻസ് ടു ബി ടെസ്റ്റഡ് ഓൺ എ പേപ്പർ. ഈ നമുക്ക് ഏതാണോ ടെസ്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉള്ളിവട എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ സബ്സ്റ്റൻസിന് ഒരു പേപ്പറിൽ റബ്ബ് ചെയ്യുക, ഉരയ്ക്കുക. ഹലോ ദ പേപ്പർ ടു ഡ്രൈ. എന്നിട്ട് പേപ്പർ ഉണക്കാൻ സമയം കൊടുക്കുക. ഇഫ് ദ പേപ്പർ ഈസ് ഓയിലി, ആ പേപ്പർ ഓയിലി ആണെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ഫാറ്റ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ആ വസ്തുവിൽ എന്തടങ്ങിയിട്ടുണ്ട്, ഫാറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. ഇനി നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഒബ്സർവേഷൻ ഓഫ് ആൻ അയോഡിൻ ടെസ്റ്റ് ഇൻ വാരിയസ് ഫുഡ് ഐറ്റംസ് ഈസ് ഗിവൺ ബിലോ. നോക്കൂ, ഫുഡ് ഐറ്റംസ്. എഗ്ഗിൽ ഓറഞ്ച് കളറാണ്, റൈസിൽ ഡാർക്ക് ബ്ലൂ ആണ്, അതായത് അയോഡിൻ ചേർത്തപ്പോൾ ഉണ്ടായ കളറാണ് ഡാർക്ക് ബ്ലൂ. ബോയിൽഡ് പൊട്ടാറ്റോയിലും അയോഡിൻ ചേർത്തപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് ഉണ്ടായത്. ടൊമാറ്റോയിൽ ലൈറ്റ് ബ്ലൂ ആണ്, മിൽക്കിലും ഓറഞ്ച് കളറാണ്. അനലൈസ് ദി ടേബിൾ, റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ്. അപ്പം ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അപ്പോൾ എന്തിനാണ് നമ്മൾ അയോഡിൻ ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഫാറ്റ്, കൊളസ്ട്രോൾ കൂടിയാൽ ഫാറ്റ് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ? റബ്ബ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ അയോഡിൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സ്റ്റാർച്ച് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? റൈസ് ആൻഡ് പൊട്ടറ്റോ കണ്ടെയ്ൻ ഹൈ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാർച്ച്. റൈസിലും പൊട്ടറ്റോയിലും ഹൈ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാർച്ച് ഉണ്ട്, അതുകൊണ്ടാണ് അതെന്താണ് ഡാർക്ക് ബ്ലൂ. അതിലേക്ക് റൈസിലേക്ക് അയോഡിനോ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡാർക്ക് ബ്ലൂ ആയത് കാരണം എന്താണ്? ഹൈ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാർച്ച് ഉണ്ട്. പിന്നെ ടൊമാറ്റോയിൽ മൈൽഡ് ക്വാണ്ടിറ്റിയാണ്, മീഡിയം ലെവലുള്ളൂ. ദർ ഇസ് നോ സ്റ്റാർച്ച് ഇൻ മിൽക്ക് ആൻഡ് എഗ്ഗ്. മിൽക്കിലും എഗ്ഗിലും തീരെ സ്റ്റാർച്ച് ഇല്ല. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് 2 children ആർ ഗിവൺ ഇൻ ദ ടേബിൾ സ്റ്റഡി ഇറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വേറെ രൂപത്തിൽ നിന്നാന്നുള്ളൂ. ചൈൽഡ് 1 മൗത്ത് സോർസ്, പസ് ആൻഡ് ബ്ലീഡിങ് ഓഫ് ഗംസ്. ചൈൽഡ് 2 ലാക്ക് ഓഫ് ബ്ലഡ്, പെയിൽനെസ്, എക്സസീവ് ഫാറ്റ്. അപ്പോൾ ഒരു കുട്ടിക്ക് പല്ല്, മോണവീക്കം, ഇതൊക്കെയാണ് ആദ്യത്തെ കുട്ടിക്കുള്ള അസുഖം. രണ്ടാമത്തെ കുട്ടിക്ക് ബ്ലഡ് ഇല്ല, വിളർച്ച, പിന്നെ ഭയങ്കര ക്ഷീണം, എക്സസീവ് ഫാറ്റിക്. നെയിം ദ ഡെഫിഷ്യൻസി ഡിസീസ് സീൻ ഇൻ ദീസ് ചിൽഡ്രൻ. ഈ രണ്ട് കുട്ടികളിലും എന്തൊക്കെ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ഉള്ളത്? പ്രിപ്പയർ ടേബിൾ ഓഫ് ഫുഡ് ഐറ്റംസ് ആൻഡ് ന്യൂട്രിയൻസ് ഇൻ ദം ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഓഫ് ദ ചിൽഡ്രൻ ടു ക്യൂർ ദിസ് ഡിസീസ്. അപ്പോൾ അവരെന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ഈ അസുഖം മാറിക്കിട്ടാൻ? അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് എന്താണ്? സ്കർവിയാണ് അല്ലേ? സ്കർവിയാണ് ആദ്യത്തെ കുട്ടിക്ക്. രണ്ടാമത്തെ കുട്ടിക്ക് എന്താണ്? അനീമിയാണ്. ഓക്കെ. ഇത് രണ്ട് അസുഖവും എന്ത് ന്യൂട്രിയൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ സി ആണ് പ്രധാനമായിട്ടും സ്കർവിയുടെ സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ്. ലാക്ക് ഓഫ് വൈറ്റമിൻ സി. ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് അതിന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ബ്രാൻ ഓഫ് സെറിയൽസ്, എഗ്ഗ്, മിൽക്ക്, ഫ്രൂട്ട്സ്, ഗൂസ്ബെറിയിലാണ് ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ കുട്ടിക്ക് വിളർച്ച ആണല്ലോ, അനീമിയ ആണല്ലോ. അനീമിയ എന്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ്? അനീമിയ അയേണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആ കുട്ടി കഴിക്കണം? ലീഫി വെജിറ്റബിൾസ് കഴിക്കണം, പംകിൻ സീഡ് കഴിക്കണം, ഹോൾസ് ഗ്രാം കഴിക്കണം, ജാഗരി, ലിവർ, ഇതൊക്കെ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explain why a balanced diet is important for maintaining good health. What are nutrients? Name one nutrient that give energy.
A balanced diet provides all essential nutrients required for growth, energy, repair and proper function of the body. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് ദാറ്റ് ഗ്രോത്തിനും വേണ്ടിയിട്ടും എനർജിക്ക് വേണ്ടിയിട്ടും റിപ്പയർ ആൻഡ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ ന്യൂട്രിയൻസ്? ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രിയൻസ് ആർ സബ്സ്റ്റൻസസ് ഇൻ ഫുഡ് ദാറ്റ് ആർ നീഡഡ് ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഫങ്ഷനിങ് ഓഫ് അവർ ബോഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, നെയിം വൺ ന്യൂട്രിയൻ ദാറ്റ് ഗീവ്സ് എനർജി. നമുക്ക് എനർജി തരുന്ന ന്യൂട്രിയൻ ഏതാണ്? അതേതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ അവർ ഡയറ്റ്. പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ എന്ത് പ്രാധാന്യമാണുള്ളത്? നെയിം വൺ പ്രോട്ടീൻ റിച്ച് ഫുഡ്. പ്രോട്ടീൻ റിച്ച് ആയ ഒരു ഫുഡിന്റെ പേര് എഴുതുക. നെയിം ഡെഫിഷ്യൻസി ഡിസീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിവിയർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? അപ്പൊ പ്രോട്ടീൻ എന്തിനൊക്കെയാണ് നമുക്ക് വേണ്ടത്? പ്രോട്ടീൻ ആർ എസെൻഷ്യൽ ഫോർ growth and repair of body tissues. Okay, for maintaining a healthy body നമുക്ക് പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? എഗ് ആണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? എഗ് ആണ്. ഇനി പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ക്വാഷിയോക്കർ. സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക, ക്വാഷിയോക്കർ. ഓക്കെ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഹാപ്പൻസ് വെൻ ദ ബോഡി ഡസ് നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ന്യൂട്രിയൻസ് ഫോർ എ ലോങ് പീരീഡ്. കുറേ കാലത്തേക്ക് നമുക്ക് നല്ല ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ബോഡിക്ക് കിട്ടുന്നില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? നെയിം ദ ഡെഫിഷ്യൻസി ഡിസീസ് ഷോൺ ബൈ സിവിയർ വാസ്റ്റിംഗ് ഓഫ് ദ ബോഡി. വിച്ച് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് ക്വാഷിയോക്കർ. Lack of essential nutrients can cause deficiency diseases and affect normal growth. പിന്നെ നമ്മളൊരു രോഗലക്ഷണം പറഞ്ഞു ഇവിടെ, സിവിയർ വാസ്റ്റിംഗ് ഓഫ് ബോഡി. അതെന്താണ്? മരാസ്മസ് ആണ്. പിന്നെ കോഷിയോക്കർ എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ വൈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ഈവൻ ദോ ദേ ആർ നീഡഡ് എ സ്മോൾ ക്വാണ്ടിറ്റീസ്. വൈറ്റമിൻസും മിനറൽസും നമുക്ക് കുറച്ച് അളവിൽ മതി, എന്നാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണ്? നെയിം വൺ മിനറൽ റിക്വയർഡ് ബൈ അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഒരു മിനറലിൻ്റെ പേര് എഴുതുക. നെയിം വൺ വൈറ്റമിൻ റിച്ച് ഫുഡ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ നീഡഡ് ഫോർ പ്രോപ്പർ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. ദെയർ ഡെഫിഷ്യൻസി ക്യാൻ കോസ് ഹെൽത്ത് പ്രോബ്ലം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം വൺ മിനറൽ റിക്വയർഡ് ബൈ അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് റിക്വയർ ആയിട്ടുള്ള മിനറൽ ഒരു മിനറലാണ്, അത് അയൺ. പിന്നെ നെയിം വൺ വൈറ്റമിൻ റിച്ച് ഫുഡ്. വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗൈനേഷ്യം. നെയിം ദ 3 പാർട്സ് ഓഫ് കാർപ്പൽ. വേർ ഈസ് ദ ഫീമെയിൽ ഗാമറ്റ് ഫൗണ്ട്? Gynoecium is the female reproductive part of a flower. It consists of one more carpels and contains the ovule in the ovary. പിന്നെ അടുത്തത് 3 പാർട്സ് ഓഫ് കാർപ്പൽ ഏതാന്ന് വെച്ചാൽ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. പിന്നെ ചോദിച്ചിരിക്കുന്നത് വേർ ഇസ് ദ ഫീമെയിൽ ഗാമേറ്റ് ഫോണ്ട്. എവിടെയാണ് ഫീമെയിൽ ഗാമേറ്റ് ഫോണ്ട് ചെയ്യുന്നത്? വിത്ത് ഇൻ ദ ഓവ്യൂൾ ഇൻ ദ ഓവറി. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ഹൗ അയൺ ഡെഫിഷ്യൻസി എഫക്റ്റ് അവർ ഹെൽത്ത്. വിച്ച് മിനറൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഹെൽത്തി ബ്ലഡ്. ബ്ലഡിന് ആവശ്യമായിട്ടുള്ള മിനറൽ ഏതാണെന്നാണ്. നെയിം വൺ അയൺ റിച്ച് ഫുഡ്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ. അയൺ ഡെഫിഷ്യൻസി ക്യാൻ എഫക്റ്റ് ദ ഫോർമേഷൻ ഓഫ് എ ഹെൽത്തി ബ്ലഡ് ആൻഡ് മേ ലെഡ് ടു അനീമിയ. പിന്നെ അതേപോലെ തന്നെ ഹെൽത്തി ബ്ലഡിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് വേണ്ട മിനറൽസ് ആണ് അയേൺ. അതേപോലെ തന്നെ നെയിം വൺ അയൺ റിച്ച് ഫുഡ്. അയൺ കൂടുതൽ അടങ്ങിയ ഫുഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഓക്കെ, ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ആൻഡ്രോഷ്യം. വാട്ട് ആർ ദ 2 പാർട്സ് ഓഫ് സ്റ്റാമൻ? വേർ ആർ പോളൻ ഗ്രെയിൻസ് പ്രസൻറ്റ്? 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ്രോഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഏതാണ്? ഗൈനോഷ്യമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഏതാണ്? ആൻഡ്രോഷ്യമാണ്. ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റാമൻസ് ഈച്ച് ഹാവിങ് എ ഫിലമെൻറ്റ് ആൻഡ് ആന്തർ. അപ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട്. എന്താണ്? ഫിലമെൻറ്റും ആന്തറും. വാട്ട് ആർ ദ 2 പാർട്സ് ഓഫ് സ്റ്റാമൻ എന്ന് വെച്ചാൽ എന്താ പറയുക? അടയാളപ്പെടുത്താനുണ്ടാവും, അത് നിങ്ങൾ അടയാളപ്പെടുത്തണം, അത് പഠിച്ചു വെക്കണം. ഫിലമെൻറ്റ് ആൻഡ് ആന്തർ. ഇനി അടുത്തത്, വേർ ആർ പോളർ ഗ്രെയിൻസ് പ്രസൻറ്റ്. പോളർ ഗ്രെയിൻ എവിടെയാണുള്ളത്? ആന്തർ ചാമ്പേഴ്സിലാണ് ഉള്ളത്.